ഗുരുദേവന്റെ അനുഗ്രഹത്തിന്റെ രശ്മികളേറ്റ് തിളങ്ങി നിൽക്കുന്ന സ്മൈൽ സാധന ലിറ്റററി വിങ്ങിന്റെ ഈ വേദിയിൽ മാനസ ഗുരുവായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭ്യമായതിലുള്ള നിസ്സീമമായ സന്തോഷം ആദ്യം തന്നെ അറിയിച്ചോളട്ടെ. എഴുത്തച്ഛന് ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ കവിയാണ് കുമാരനാശാൻ. ശ്രദ്ധ വയ്ക്കാതെ ഒരു വരി പോലും എഴുതാറില്ല എന്ന് പറഞ്ഞ കവി ഒരു വരിയും പാഴാക്കാതെ പാഴാകാശങ്ങളിൽ അലർവാടി ആരചിച്ചു. ഗുണനിലവാരമുള്ള കടലാസിൽ ഗുണനിലവാരമുള്ള മഷി കൊണ്ട് എഴുതിയ കൈയെഴുത്തു പ്രതികൾ അദ്ദേഹം സൂക്ഷിച്ചു. അതിലെ വെട്ടിത്തിരുത്തലുകൾ ഉൾപ്പെടെ പഠനവിധേയമാക്കാൻ നാളെ ഭാവിയിൽ അനേകർ വന്നു ചേരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. 107 വർഷങ്ങൾക്കും ഇപ്പുറവും സജീവമായ ചർച്ചയ്ക്ക് ചിന്താവിഷ്ടയായ സീതയും മറ്റനേകം കൃതികളും വിധേയമാകുമ്പോൾ എത്രമേൽ ദീർഘവീക്ഷണമുണ്ടായിരുന്ന അസാമാന്യ കവിയായിരുന്നു ആശാൻ എന്ന് ആ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചു പോകും. മഹാഗുരുവിൻ്റെ ആത്മീയ ശക്തിയും ആ സന്യാസിയുടെ ജീവിതരാഗവും ഒരുപോലെ നേടിയ കവി ആ മഹാപ്രകാശത്തിൻ്റെ പൊടിപ്പാണ്. ഭാവബന്ധമൊടു സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ ഭാവന പ്രഭയഴും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേ. അതാണ് ആ മഹാഗുരുവും ശിഷ്യനും ചെയ്തത്. പരമപ്രകാശത്തിന്റെ ഒരു ബിന്ദു ആരോ നെറുകയിൽ ഇറ്റിച്ചതിനാലാവാം നുകരാത്ത തേനിന്റെ മധുരിമയാർന്ന കാവ്യങ്ങളാൽ കൈരളിയെ സമ്പന്നമാക്കുവാൻ ആശാന് സാധിച്ചു. ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി ഒരു കൃതിയിൽ സ്ത്രീ പുരുഷനോട്, ഭർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പുരുഷന്റെ നിഴലായി മാത്രം കഴിഞ്ഞിരുന്ന സ്ത്രീ വ്യക്തിയായി, ചിന്തിക്കുന്നവളായി, അവൾക്ക് നേരെയുള്ള അനീതികൾക്കെതിരെ പൊരുതുന്നവളായി, ആത്മവിശ്വാസത്തോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജം പകർന്ന ചോദ്യങ്ങൾ. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുവാക്യം കേട്ടിരുന്ന കാലത്ത്, കുപ്പായമിട്ട് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത്, മര്യാദാ പുരുഷോത്തമനായ രാമനോട്, ഭർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സീത. പരകായ പ്രവേശം ചെയ്ത് ആശാൻ സീതയായി ഈ ചോദ്യങ്ങൾ ഉയർത്താനുള്ള ധൈര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഗുരുവിന്റെ സ്വാധീനം തെളിഞ്ഞു വരുന്നത്. സ്ത്രീകളുടെ ഉന്നമനമാണ് സമൂഹത്തിന്റെ ഉന്നമനത്തിന് അടിസ്ഥാനം എന്ന ആശയം ഉൾക്കൊണ്ട് ഗുരുദേവൻ അറിവിന്റെ ദേവിയായ ശാരദാദേവിയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചതിലൂടെ വിദ്യ അഭ്യസിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചു. സദനം എന്ന പേരിൽ സ്ത്രീകൾക്കായി വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പരിപോഷിപ്പിച്ചു. ആദ്യമായി ഒരു വനിതാ സമ്മേളനം നടത്തുന്നത് സാമൂഹിക നീതിക്ക് വേണ്ടി രൂപം കൊണ്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ വാർഷിക സമ്മേളനത്തിലാണ്. ഡോക്ടർ പൾപ്പുവിന്റെ അമ്മയായിരുന്നു അധ്യക്ഷ. ഇങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഗുരുവിന്റെ സ്വാധീനം ചിന്താവിഷ്ടയായ സീത പോലൊരു കൃതി എഴുതുന്നതിന് ആശാന് പ്രേരണയായിരിക്കാം, പ്രചോദനം നൽകിയിരിക്കാം. നായികാ കേന്ദ്രീകൃതമായ കൃതികൾ, സ്ത്രീകളുടെ പേരിലുള്ള കൃതികൾ, നളിനി, ലീല, സീത, ചണ്ടാലഭിഷുകി ഒക്കെയും നായികമാർ തിളങ്ങി നിൽക്കുന്ന കൃതികൾ.
നായകന്മാരുടെ തിരിയുടെ പ്രകാശം അല്പം മങ്ങി സ്ത്രീക്ക് പിന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃതികൾ രചിക്കുവാൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ചങ്കൂറ്റം കാണിച്ച കവിയുടെ ഓരോ കൃതിയും കാലാതീതമായി വായിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. കാലത്തിനു മുമ്പേ നടന്ന് വഴി കാണിച്ച ആ മഹാകവി പിന്നിൽ നിന്ന് വരുന്നവർക്ക് സുഗമമായ പാത വെട്ടിത്തുറന്നിടുകയായിരുന്നു. ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയുടെ മുഖവുരയിൽ ആശാൻ ഇങ്ങനെ എഴുതുന്നു: സീതാദേവി അന്തർധാനം ചെയ്യുന്നതിന്റെ തലേന്നാൾ രാത്രി വാത്മീകിയുടെ ആശ്രമത്തിൽ ഒരു ഏകാന്ത സ്ഥലത്തിരുന്ന് തന്റെ പൂർവ്വ അനുഭവങ്ങളെയും ആസന്നമായ ഭാവിയെയും മറ്റും പറ്റി ചെയ്യുന്ന ചിന്തകളാണ് ഈ കൃതിയുടെ പ്രധാന വിഷയം. രാമായണ കഥ ഏവർക്കും സുപരിചിതമാണ്. ദശരഥന്റെ പുത്രകാമേഷ്ടി, രാമലക്ഷ്മണന്മാരുടെ ജനനം, സീതാ സ്വയംവരം, വനവാസം, രാമരാവണ യുദ്ധം, വാത്മീകിയുടെ രാമായണം രചന, ലവകുശന്മാർ രാമായണം പഠിച്ചതും എല്ലാം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ ആശാൻ സീതാകാവ്യം തുടങ്ങുകയാണ്. സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. വാത്മീകി മഹർഷിയുടെയും ലവകുശന്മാരുടെയും അഭാവത്തിൽ ആശ്രമത്തിൽ ഏകാകിനിയായി ഭവിച്ച സീതയുടെ ചിന്തകൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്ന സീതയല്ല. തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് എന്ന മുൻ ദർശനത്തോടു കൂടി ധ്യാനത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്ന സീതയുടെ ഒരു സായാഹ്നം, ഒരു രാത്രി. ആഴമേറിയ അന്തക്ഷോഭത്തിന്റെ അല തല്ലുന്ന കടൽ പോലെ മനുഷ്യ മനസ്സിലെ സങ്കീർണ ലോകങ്ങളും സഞ്ചാരങ്ങളുമാണ് ചിന്താവിഷ്ടയായ സീതയിൽ കാണുന്നത്. ചിന്തയുടെ തുടക്കത്തിൽ ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോം വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ എന്ന് വിചാരപ്പെടുകയാണ് സീത. പുത്രന്മാരിൽ നിന്ന് രാമായണ കഥ കേട്ട രാമൻ പുത്രന്മാരെ തിരിച്ചറിഞ്ഞിരിക്കാമെന്നും വീണ്ടും തന്നെ സ്വീകരിക്കാൻ ആളെ അയച്ചേക്കാമെന്നുമുള്ള ചിന്തയാണ് സീതയിൽ പ്രക്ഷുബ്ധമാകുന്നത്. പുഴുപോലെ തുടിക്കയല്ലി ഹാ പഴുതേയിപ്പൊഴുമെന്നിടത്തു തോൾ നിഴലിൻ വഴി പൈതൽ പോലെ പോയുഴല ഭോഗമിരന്നു ഞാനിനി. സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് പ്രിയ സമാഗമ സൂചകമാണെന്ന് പ്രസിദ്ധമാണ്. ആ ശുഭനിമിത്തത്തിൽ തനിക്ക് വിരക്തിയാണുള്ളതെന്ന് സീത പുഴുപോലെ എന്ന നീചോപമയാൽ വെളിപ്പെടുത്തുന്നു. അതിനുള്ള കാരണം മാനഹേതുവാൽ ഒഴിയാത്താർത്തി, അപമാനം മൂലമുണ്ടാകുന്ന ദുഃഖം മനുഷ്യർക്ക് എത്ര കാലം കഴിഞ്ഞാലും മറക്കാനാവില്ല എന്നതാണ്. തുടർന്ന് ജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് തത്വചിന്താപരമായി തുടരുകയാണ് സീതയുടെ ചിന്തകൾ. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ, ഇടതീർപ്പതിനേകഹേതു വന്നിടയാമേതു മഹാവിപത്തിലും എന്നും ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ എന്നുമൊക്കെ തത്വചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ സ്ഫുടമാക്കിയതെന്നെ മന്നവൻ വെടിവാൺ നൽകിയൊരാജ്ഞ ലക്ഷ്മണൻ, ഉടനെ ഇരുളാണ്ടു ലോകമങ്ങിടിവാളേറ്റ കണക്ക് വീണു ഞാൻ. രാജാവിന്റെ ആജ്ഞ പ്രകാരം ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ നിർദ്ദേശിക്കപ്പെടുന്നു. ഇടിവാളേറ്റ പോലെ വീണുപോയ സീത തന്റെ സ്ഥിതിയോട് വളരെ സാവധാനം പൊരുത്തപ്പെടുകയാണ്. ഏറ്റവും നന്മ ചെയ്യുന്ന ബന്ധുവാണ് ക്ഷമയെന്നും
അറിവ് പകരുന്ന സദ്ഗുരുവാണ് ദുഃഖമെന്നും സീത സ്വയം ആശ്വസിക്കുന്നു. സീതയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ദുഃഖം സഹിക്കാഞ്ഞ് തല കൈകളിൽ താങ്ങി കണ്ണുനീർ വാർത്ത അനുജനെ സ്നേഹത്തോടെ സീത ഓർക്കുന്നു. കാനനത്തിൽ തനിക്കും രാമനും തുണയായിരുന്നു കൊണ്ട് ചെയ്ത പരിചര്യകളും മാരീചന്റെ ചതിയറിയാതെ വിലാപം രാമന്റെയാണെന്ന ശങ്കയിൽ ലക്ഷ്മണനോട് പറഞ്ഞുപോയ വാക്കുകൾക്കും സീത ക്ഷമ ചോദിക്കുന്നു. കനിവാർന്നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. തുടർന്ന് പിതൃസമനായ മുനി അഭയം നൽകിയതും പുത്രീസമയായി പരിപാലിച്ചതും എരിയുന്ന മഹാവനങ്ങൾക്കരികിലെ ശീതള നീർത്തടാകം പോലെ ശാന്തതയാർന്ന തപോവനത്തെയും താപസ സ്ത്രീകളുടെ സ്നേഹശീതളിമയും സീത ഓർക്കുന്നു. രാജാക്കന്മാരുടെ നീതിയില്ലാത്ത ചെയ്തികളിലേക്ക് ചിന്ത പോകുമ്പോൾ മുടിയിൽ കൊതി ചേർത്തു പുത്രനെ ജഡിയാക്കും ചിലർ തൽകുമാരരോ മടിവിട്ടു മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന പത്നിയെ. മന്ധരയുടെ നുണയും ശ്രീരാമന്റെ അഭിഷേക വിഘ്നവും നടന്നതും ആ രാജാവിന്റെ പുത്രൻ ഗർഭിണിയായ പത്നിയെ മഹാവനത്തിൽ ഉപേക്ഷിക്കാൻ മടിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ ശ്ലോകം. അതായത് രാമൻ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് രാമന്റെ കുറ്റമല്ല, രാമന്റെ പാരമ്പര്യത്തിന്റെ കുറ്റമാണ് എന്ന് സീത ഇവിടെ വ്യക്തമാക്കുന്നു. രാവണവധാനന്തരം ലങ്കയിൽ വെച്ച് രാമൻ സീതയുടെ ചാരിത്രത്തിൽ സംശയിച്ചിരുന്നു. അപ്പോൾ തന്നെ ഉപേക്ഷിക്കാതെ സ്വീകരിക്കുകയും അധികകാലം കഴിഞ്ഞ് ഗർഭിണിയായി തീർന്ന ശേഷം ഉപേക്ഷിച്ചത് ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ആ ഓർമ്മകൾ നിലനിൽക്കെ തന്നെ ഇങ്ങനെയും വിചാരിക്കുന്നു. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കീശ്വരാ, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത. രാമനെ പോലെ ഭാര്യയെ ത്യജിക്കുന്ന, ഭാര്യാത്യാഗം ചെയ്യുന്ന ധീരൻ എന്നുള്ള മിഥ്യാഭിമാനത്തിനു വേണ്ടി പുരുഷന്മാർ സ്നേഹനിമിത്തമായി അവൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെപ്പറ്റി അശേഷം അറിയുന്നില്ല. ഈശ്വര എന്ന സംബോധന ഇത്രയും വികാര നിർഭരമായി പ്രയോഗിക്കപ്പെട്ട മറ്റൊരു സന്ദർഭം മലയാളത്തിലില്ല. ഇങ്ങനെ രാമൻ തന്നോട് പുലർത്തിയ വൈരാഗ്യം, എതിർഭാവം, ഇതിന്റെ സംഘർഷത്തിന്റെ നടുവിൽ ഒരു ഭാഗത്ത് രാമനോടുള്ള സ്നേഹവും മറുഭാഗത്ത് രാമന്റെ ചെയ്തികളെക്കുറിച്ചുള്ള വിമർശനവും ചേരുന്ന ഒരു സവിശേഷ സംഘർഷമായിട്ടാണ് ആശാന്റെ സീതയുടെ പ്രണയം തെളിയുന്നത്. ചിന്തകൾ തുടരുമ്പോൾ വനവാസകാലത്ത് രാമൻ സ്നേഹസമ്പന്നനും തന്നോട് ഏറ്റവും ഇണങ്ങി ജീവിച്ചവനാണെന്നും ഇരുമെയ്യാർന്ന ഒരു ജീവി പോലെയായിരുന്നു എന്നും ഓർക്കുന്നു. രാജാവിന്റെ കിരീടം തലയിൽ ഏറിയാൽ സ്നേഹത്തിന്റെ മാർദ്ദവം നഷ്ടപ്പെട്ട് ഹൃദയം പരുഷമായി തീരുമായിരിക്കാം എന്ന് സീത അനുമാനിക്കുന്നു. കാട്ടിൽ പ്രേമലോലുപരായി സ്വയം മറന്ന് നാളുകൾ കഴിച്ചതിന്റെ സുഖകരമായ ഓർമ്മയിൽ സീത ലയിക്കുന്നു. ഒരു ദമ്പതിമാരുമൂഴിയിൽ കരുതാത്തൊരു വിവിക്തലീലയിൽ മരുവി ഗതഗർവർ ഞങ്ങളങ്ങിരുമയാർന്നൊരു ജീവി പോലവേ. നളിനങ്ങൾ അറുത്തു നീന്തിയും കുളിരേലും കയമാർന്നു മുങ്ങിയും പുളിനങ്ങളിൽ എന്നോടോടിയും കളിയാടും പ്രിയനന്നു കുട്ടിപോൾ. സഹജാമലരാഗമേ മനോഗുഹയേലും സ്ഫുടരത്നമാണു നീ, മഹനീയമതാണു മാറിലുന്മഹമാത്മാവണിയുന്ന ഭൂഷണം. പരിശുദ്ധമായ സ്നേഹത്തിന്റെ അത്യുത്കൃഷ്ടമായ അഭേദ പരിണാമത്തെ അനുഭവം കൊണ്ട് സീത വർണ്ണിക്കുന്നു. ഇങ്ങനെ
കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് നിഷ്കളങ്കമായി തന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത രാമന്റെ ഭാവമാറ്റത്തെക്കുറിച്ച് സീത അത്ഭുതപ്പെടുന്നു. തുടർന്ന് രാജാക്കന്മാരുടെ പാരതന്ത്ര്യത്തെക്കുറിച്ചും നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. അതിസങ്കടമാണു നീതി തൻ ഗതി, കഷ്ടം പരതന്ത്രർ മന്നവർ, പതിനാടു കടത്തി എന്നെ മൽപ്രതിമാരാധകനാവതായി ഫലം എന്ന് പറയുകയും രാമന്റെ അവസ്ഥയിൽ സഹതപിക്കുകയും ചെയ്യുന്നു. നീതിയുടെ തടവറയിൽ കഴിയുന്ന രാമന്റെ യഥാർത്ഥ അവസ്ഥ സീത മനസ്സിലാക്കുന്നു. രാമനോട് അനുകമ്പയുള്ളവളാകുന്നു. രാമന്റെ പരിമിതികളാണ് തന്നോട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് സീത സഹതപിക്കുന്നു. ക്ഷുഭിതേന്ദ്രിയ ഞാൻ ഭവാനിലിന്നുപദർശിച്ച കളങ്കരേഖകൾ, അഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവ ഭവാൻ ക്ഷമിക്കുക. അങ്ങനെ രാമനോട് അനുതാപം പുലർത്തിക്കൊണ്ട് സീത പറയുന്നു, ക്ഷുഭിതേന്ദ്രിയ ഞാൻ ഭവാനിൽ ഇന്നുപദർശിച്ച കളങ്കരേഖകൾ, അഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവ ഭവാൻ ക്ഷമിക്കുക. അഭിമാനിനി, ഏത് സ്ത്രീക്കും ഉൾപ്പുളകമുണ്ടാകുന്ന വാക്ക് അഭിമാനിനി. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സീതയെ ആശാൻ വിശേഷിപ്പിച്ച വാക്ക്. അഭിമാനിനിയായ ഒരു പെണ്ണിന്റെ ഭാര്യയുടെ സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ ഞാൻ ഓതിയ വാക്കുകളെല്ലാം ഭവാൻ ക്ഷമിക്കുക. കാരണമില്ലാതെ കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അഭിമാനമുള്ള ഒരു വ്യക്തി ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്. ഞാൻ ചിന്തിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് വ്യത്യസ്തയായത്. ചിന്തകളുടെ തുടക്കത്തിൽ ഒരു നിശ്ചയമില്ലയൊന്നിനും എന്ന് സന്ദേഹിച്ച സീതയ്ക്ക് ഇനിയും രാമന്റെ പത്നിയായി തിരികെ പോകണോ വേണ്ടയോ എന്ന് നിശ്ചയമില്ലാതിരുന്ന സീതയ്ക്ക് ചിന്തകൾ ഇത്രത്തോളം എത്തിയപ്പോൾ, തെളിയുന്നു മനോനഭസ്സെനിക്ക് ഒളിവീശുന്നിതു ബുദ്ധിമേൽക്കുമേൽ, വെളിവായി വിലസുന്നു സിന്ധുവിൽ കളിയായി ചെന്നണയുന്നൊരിന്നതി. തന്റെ ഉള്ളിൽ ഞെരുങ്ങിക്കിടന്നിരുന്ന വിചാരങ്ങളെല്ലാം വാക്കുകളായി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഹൃദയലാഘവത്തെയും മനപ്രസാദത്തെയും ശാന്തതയെയും സീത തിരിച്ചറിയുന്നു. ഈ ലോകത്തിൽ നിന്നുള്ള തന്റെ അവസാന യാത്രയെ ബുദ്ധിയിൽ കാണുന്ന സീത പ്രകൃതിയിലുള്ള അതിമനോഹരങ്ങളും അത്യുത്കൃഷ്ടങ്ങളും അതുകൊണ്ട് താൻ അധികം സ്നേഹിച്ചവരുമായവരോട് യാത്ര പറയുന്ന ശ്ലോകങ്ങൾ വർണ്ണനാതീതമാണ്. സൂര്യനോട്, ചന്ദ്രനോട്, നക്ഷത്രങ്ങളോട്, സന്ധ്യയോട് എല്ലാം യാത്ര പറയുന്ന ഓരോ ശ്ലോകവും നമ്മുടെ മനസ്സുകളിൽ കൊത്തിവെക്കപ്പെടുക തന്നെ ചെയ്യും. അത്രമേൽ ഹൃദ്യമായ ശ്ലോകങ്ങളാണ് അവ ഓരോന്നും. ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ ദിനസാമ്രാജ്യപദേ ദിവസ്പദേ, അനിയന്ത്രിത ദീപ്തിയാം കതിർക്കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ എന്ന് സൂര്യനോട്, സുസിതാംബരനായി വൃദ്ധനായി വിസിനീതന്തുമരീചികേശനായി, ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാദ മൃഗാംഗ കൈതൊഴാം എന്ന് ചന്ദ്രനോട്. ഓരോന്നും എത്ര മനോഹരമായ പദാവലികൾ കൊണ്ടാണ് ഈ ഓരോ ശ്ലോകവും എഴുതിയിരിക്കുന്നത്. രമണീയവനങ്ങളെ, രണൽ ഭ്രമരവ്യാകുലമാം സുമങ്ങളെ, ക്രമമെന്നി രസിച്ചു നിങ്ങളിൽ പ്രമദം പൂണ്ടവൾ യാത്ര ചൊൽവു ഞാൻ എന്നും ഭൂമിയോട്, ജനയിത്രി വസുന്ധരേ പരം തനയ സ്നേഹമൊടെന്നേന്തിനി, തനതുജ്വല മഞ്ചഭൂവിലേക്കനഘേ അനഘേ പോവതു പന്ത കാൺമു ഞാൻ. തന്നെ കൈകളിലേന്തി ഭൂമിദേവി കൂടെ കൊണ്ടുപോകും എന്നത്
ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത്. ജനയിത്രി വസുന്ധരേ പരം തനയ സ്നേഹമൊടെന്നേന്തിനി തനതുജ്വല മഞ്ചഭൂവിലേക്കനഖേ പോവതു ഹന്ത കാൺമു ഞാൻ. ഇങ്ങനെ പ്രിയപ്പെട്ടവരായി മനസ്സ് കുളിർപ്പിച്ചവരോടെല്ലാം യാത്ര പറയുന്ന സീതയുടെ വാക്കുകൾ ഹൃദയത്തിൽ തീരാ നോവ് പടർത്തുമ്പോൾ രാമനോടുള്ള വാക്കുകൾ, അഭിമാനിനിയായ സീതയുടെ വാക്കുകൾ. പ്രിയരാഘവ വന്ദനം ഭവാന് ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയം ഇദ്യോവിലൊരാശ്രയം വിനാ. ഒരു പക്ഷി അതിൻ്റെ ആശ്രയസ്ഥാനമായിരുന്ന മരത്തെ മണ്ണിൽ ഉപേക്ഷിച്ച്, താഴെ ഉപേക്ഷിച്ച്, സ്ഥാവര ഭാവത്തിൽ നിൽക്കുന്ന മരത്തെ ഉപേക്ഷിച്ച് പറന്നുയരുന്നത് പോലെ ഭയമറ്റു പറന്നു പോയിടാം സ്വയം. ആ സ്വയം എന്ന വാക്ക് അവിടെ ഊന്നിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയമറ്റു പറന്നു പോയിടാം സ്വയം. ആരുടെയും, രാമന്റെ പോലും ആശ്രയമില്ലാതെ വലിയ ചലനത്തിലേക്ക്, വലിയ വ്യാപ്തിയിലേക്ക് സ്വന്തം ചിറകുകളിൽ പറന്നുയരുകയാണ് സീത. സീത തുടരുന്നു. രുചയാൾ പരിപക്വസത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞു ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പദം. വിരഹദുഃഖത്താൽ വൈരാഗ്യം സ്ഥിരീഭവിച്ച് ആത്മശുദ്ധി വന്ന ശേഷം രാമനും ആ സ്ഥാനത്തെ താമസിയാതെ പ്രാപിക്കുമെന്ന് സീത പ്രതീക്ഷിക്കുന്നു. ഇന്ദുമതിയെ അനുഗമിച്ച പിതാമഹനെ പോലെ രാമൻ സീതയെ അനുഗമിക്കുമെന്ന് ധ്വനിക്കുന്നു ഈ പദ്യത്തിൽ. ഈ ഘട്ടത്തിൽ ഊഹത്താലോ അലൗകിക പ്രത്യക്ഷത്താലോ സീതയെ നഗരത്തിലേക്ക് തിരികെ വിളിക്കാൻ വാൽമീകിയെ ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്നതായി കാണുകയും അതിൽ ക്ഷുഭിതയായി അരുതെന്തൈ വീണ്ടുമെത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണമെന്നു മന്നവൻ കരുതുന്നു ശരി പാവയോ ഇവൾ, പാവയോ ഇവൾ. ഇനിയും തെളിവ് നൽകി പരിശുദ്ധി തെളിയിച്ച് ദേവിയായി കൂടെ വരണമെന്ന് മന്നവൻ കരുതുന്നോ? എനിക്ക് ചിന്താശേഷിയില്ലേ? അഭിമാനമില്ലേ? സ്വത്വമില്ലേ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ മുഴങ്ങുകയാണ് പാവയോ ഇവൾ എന്ന 1 നൂറ്റാണ്ട് മുമ്പ് ചോദിച്ച ഒറ്റ ചോദ്യത്തിൽ. എഴുതിയ കാലത്തില്ലാതിരുന്ന അനേകം അർത്ഥങ്ങൾ ഈ ചോദ്യത്തിൽ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. ഇങ്ങനെ ബുദ്ധിയിൽ പടരുന്ന ചിന്തകളാൽ തുടിച്ച് പുടവയ്ക്ക് തീ പിടിച്ച് ഉടൽ കത്തുന്ന പെൺകുട്ടിയെ പോലെ എരിപൊരി കൊള്ളുന്ന സീതയെ, എരിപൊരി കൊള്ളുകയും തളരുകയും ചെയ്യുന്ന സീതയെ ഓടി വന്ന് ഒരു തപസ്സിനി ആശ്വസിപ്പിക്കുന്നു. ചിന്താവിഷ്ടയായ സീതയിലെ അവസാന ശ്ലോകം മലയാളത്തിലെ ഏറ്റവും ഗംഭീരതയാർന്ന ശ്ലോകങ്ങളിൽ ഒന്നാണെന്ന് വിജയൻ മാഷ് പറയുന്നുണ്ട്. വേണ്ട ഖേദമെടോ സുതേ വരിക എന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്നധോവദനയായി ചെന്ന് അസഭാവേദിയിൽ മിണ്ടാതന്തികമെത്തി ഒന്നനുശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിലീ ലോകം വെടിഞ്ഞാൾ സതീ. ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്ലോകത്തിലാണ് ആശാൻ എഴുതിയിരിക്കുന്നത്. അനുശയ ക്ലാന്താസ്യൻ, ആചാരത്തിന്റെ പേരു പറഞ്ഞ് ധർമ്മബോധമുള്ള, ആത്മബോധമുള്ള, അഭിമാനിനിയായ സ്ത്രീയെ ഗർഭിണിയായിരിക്കെ മഹാവനത്തിൽ ഉപേക്ഷിച്ച രാമൻ പിന്നീട് ചെന്നെത്തുന്ന പതനം, പശ്ചാത്താപത്താൽ വാടിയ മുഖത്തോടു കൂടിയവൻ,
അനുശയ ക്ലാന്താസ്യൻ. പാതിവൃത്യത്തിന്റെ അവതാരം പോലെ ജീവിച്ചിട്ട് കുലട എന്ന് വിളിച്ചാക്ഷേപിച്ച പൗരസമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ രാമനെ ഒരു വട്ടം നോക്കുന്നു. ആ പൗരസമക്ഷത്തിന്റെ സാന്നിധ്യത്തിൽ മറ്റാരുടെയും മുഖത്ത് നോക്കാതെ രാമന്റെ മാത്രം മുഖത്ത് ഒരു പ്രാവശ്യം നോക്കി ഭൂമി പിളർന്ന് ഈ ലോകത്തെ ഉപേക്ഷിക്കുകയാണ് അഭിമാനിനി. കുമാരനാശാൻ കാവ്യങ്ങളിലൊക്കെ സ്ത്രീയായി വേഷം കെട്ടുകയും സ്ത്രീയായി മാറിക്കൊണ്ട് മനുഷ്യന്റെ പ്രയാസങ്ങളെ, വിഷമങ്ങളെ, പ്രതിസന്ധികളെ ആവിഷ്കരിക്കുകയും ചെയ്ത കവിയാണ്. ആശാന്റെ വലിയ ചിന്തകളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് സ്ത്രീയാണ്. ഏറ്റവും സജീവമായ സ്ത്രീ പ്രതിഷേധമാണ് ചിന്താവിഷ്ടയായ സീത. സീത രാമനെ അടിമുടി മനസ്സിലാക്കുന്നു. ആണായിപ്പോയതിന്റെ പരിമിതി കൊണ്ടാണ് രാമൻ തന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് സഹതപിക്കുന്ന സീതയെ ആണ് ആശാൻ സൃഷ്ടിച്ചത്. എനിക്ക് ചിന്താശേഷി ഉള്ളതുകൊണ്ട്, ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് വ്യത്യസ്തയായി എന്ന് സീത പറയുന്നു. ചിന്ത സീതയുടെ യാത്രാപഥം ആയിരിക്കുന്നു. അഭിമാനത്തോടു കൂടി ഈ ലോകം വെടിഞ്ഞ ആ സീതയിലൂടെ വേണം മലയാളത്തിലെ സ്ത്രീയുടെ വഴികൾ തെളിയാനെന്നും ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നും ഏതു സ്ത്രീക്കും സഞ്ചരിക്കാവുന്ന സഞ്ചാരപഥം കേരളത്തിൽ ഉണ്ടാവുമെന്നും ആഗ്രഹിച്ച മഹാകവിയുടെ ഒരാമുഖ കുറിപ്പായി ചിന്താവിഷ്ടയായ സീത മാറി. ആശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുമ്പോഴുള്ള കേരളത്തിലെ അന്തരീക്ഷം അത്രമേൽ ഇരുണ്ടതായിരുന്നു. പതിയെ പതിയെ അത് തെളിഞ്ഞു വരുമെന്ന് ആശാൻ പ്രതീക്ഷിച്ചു. ഏതു സ്ത്രീക്കും സഞ്ചരിക്കാവുന്ന സഞ്ചാരപഥം കേരളത്തിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിച്ച മഹാകവിയുടെ ഒരു ആമുഖ കുറിപ്പായി ചിന്താവിഷ്ടയായ സീത മാറി. 192 ശ്ലോകങ്ങളുള്ള ചിന്താവിഷ്ടയായ സീതയിലെ ഓരോ ശ്ലോകവും ഒന്നിനൊന്ന് മെച്ചമാണ്. ദ്വിതീയാക്ഷര പ്രാസത്തിൽ എഴുതിയിരിക്കുന്ന ഈ ശ്ലോകങ്ങളുടെ കാവ്യഭംഗിയിൽ വായനക്കാർ ഭ്രമിച്ചു പോകും. പദങ്ങൾ ഒഴുകി വന്ന് നിറയുന്ന രീതി അത്ഭുതാവഹമാണ്. എടുത്തു പറയേണ്ട അനേകം പദ്യങ്ങൾ സമയക്കുറവ് കൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. മഹാകവിയുടെ കൃതിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ചിന്താവിഷ്ടയായ സീത എന്ന ഈ കൃതിയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ആശാൻ തുറന്നിട്ട ലോകത്തേക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞോ? ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ്. എങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണത അപാരമാണ്. ഓരോ ദിവസവും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിന്താവിഷ്ടയായ സീത മേൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിട്ട്. അങ്ങനെ ഒരു കേരളമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആശാന്റെ സീതാകാവ്യം ഇത്ര താല്പര്യത്തോടു കൂടി ആരും വായിക്കുമായിരുന്നില്ല. സീതാകാവ്യത്തിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആശാന്റെ സീതാകാവ്യത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഹാകവിയുടെ കൃതിയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം തന്ന സ്മൈൽ സാധന ലിറ്റററി ക്ലബിന്റെ ഭാരവാഹികൾക്കും സ്വാമിമാർക്കും മിനി ടീച്ചർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ കേട്ടിരിക്കാൻ സന്മനസ് കാണിച്ച എല്ലാ സുമനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ഇന്ന് പ്രാർത്ഥനയാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കിയ പുഷ്പാജി, സ്വാഗതമോദിയ സുജാജി, സിന്ധുമാം, കൃതജ്ഞത പറയുന്ന രഞ്ജിനിമ, എല്ലാവർക്കും
ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ടീച്ചർ.